ഹായ് സുഹൃത്തുക്കളെ, ഗീമാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കെങ്കേരിയിലെ പ്ലാന്റ് നഴ്സറിയാണ്. ഗാർഡൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, പൂക്കൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. ഇവിടെ കെങ്കേരിയിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്താണ് പ്ലാന്റ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും നഴ്സറീസ് ഉള്ളത്. നമ്മൾ ഈ നഴ്സറിയിൽ പോകുന്നതിന് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നഴ്സറിയിൽ പോയിട്ട് അവിടുന്ന് തന്നെ എല്ലാം വാങ്ങിക്കാനായിട്ട് നോക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല നഴ്സറിയിലും പല റേറ്റാണ് നമുക്ക് ഈ ഫ്ലവേഴ്സിന് അവർ പറയുന്നത്. ചില നഴ്സറിയിൽ അവർ കൂടുതലായിട്ട് റേറ്റ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വാങ്ങാതെ പ്രൈസ് റേഞ്ച് കുറഞ്ഞ് കിട്ടുന്ന സ്ഥലത്തുനിന്ന് നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. ഇത് നമ്മൾ വാങ്ങിച്ച കുറച്ച് ചെമ്പരത്തി പൂക്കളാണ്. നമ്മൾ പോയ സ്ഥലത്ത് കൂടുതലായിട്ടും ചെമ്പരത്തി, റോസസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചെമ്പരത്തിയൊക്കെ നമുക്ക് 20 രൂപയ്ക്കാണ് ലഭിച്ചത്. ഇത് വലിയ നല്ല വലിപ്പമുള്ള പൂക്കളായിരുന്നു. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ തട്ടായിട്ടുള്ള ചെമ്പരത്തിയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 2000 റുപ്പീസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ജെറേനിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂവാണ്. ഇതെന്ന് പറയുന്ന അധികം നമ്മൾ പരിഗണന വേണ്ടാണ്ട് ചെറിയ ഒരു പരിഗണന കൊടുത്താൽ തന്നെ മനോഹരമായിട്ട് വളരുന്ന പൂവാണ്. ഇതൊക്കെ നമ്മൾ പൂക്കൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച പ്ലാന്റ്സ് ഒന്നും തന്നെ കേടായി പോയിട്ടില്ല. എല്ലാം നല്ല ഫ്ലവറിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഹിബിസ്കസ്, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഹിബിസ്കസ് ഒക്കെ തന്നെ നമുക്ക് നന്നായിട്ട് ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ തന്നെയാണ് അയക്കുന്ന. ഒരു പ്ലാന്റ്സ് പോലും നശിച്ചു പോയിട്ടില്ല. അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് സീസണിലാണോ പ്ലാന്റ്സ് വാങ്ങിക്കാൻ പോകുന്നത് ആ സീസണിൽ വളരുന്ന പ്ലാന്റ്സ് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ വേറെ ആ സീസണിന് യോജിക്കാത്ത തരത്തിലുള്ള പ്ലാന്റ്സ് വാങ്ങിക്കുമ്പം അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ അത് നോക്കിയിട്ട് വേണം കൂടുതലായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പൂക്കളാണ് ഇഷ്ടമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.